ഹായ് എവരി വൺ, വിക്ടേഴ്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആർ.കെ. നാരായണൻ എന്ന എഴുത്തുകാരൻ്റെ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന പാഠഭാഗം ആരംഭിക്കുന്നതിന് മുമ്പായി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ലെറ്റ് us read. Nature abounds with plants, trees, birds, insects, animals, etc. പ്രകൃതിയിൽ ചെടികൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും പക്ഷികൾ കൊണ്ടും പ്രാണികൾ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. Aren't the animals and birds also the inheritors of the earth? ഈ മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഭൂമിയുടെ അവകാശികളല്ലേ, നമ്മളെപ്പോലെ തന്നെ? Don't they have the right to live on this earth as we have? നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവയ്ക്കുമില്ലേ? If you find a snake in your garden or premises, നിങ്ങൾ നിങ്ങളുടെ പൂന്തോട്ടത്തിലോ നിങ്ങളുടെ വീടിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ഒക്കെ ഒരു പാമ്പിനെ കാണുവാണെങ്കിൽ വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇതാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റീഡ് ഓൺ, നമുക്ക് വായിക്കാം. ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. വളരെ തെളിഞ്ഞ ഒരു ഉച്ചസമയം. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലോ വെയർ അറ്റ് ദെയർ സിയസ്റ്റ. സിയസ്റ്റ മീൻസ് എ ഷോർട്ട് സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ദ ഇൻമേറ്റ്സ്, ആ വീട്ടിലെ താമസക്കാരെല്ലാവരും വെയർ ദെയർ സിയസ്റ്റ, അവരൊരു ഉച്ചയുറക്കത്തിലായിരുന്നു. A cyclist rang his bell at the gate frantically and shouted. ഒരു സൈക്കിൾ യാത്രക്കാരൻ പേടിച്ച് അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ ബെല്ലടിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ യുവർ കോമ്പൗണ്ട്. നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് ഒരു മൂർഖൻ പാമ്പ് കയറിയിട്ടുണ്ട്. ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ. അത് എൻ്റെ സൈക്കിളിൻ്റെ ചക്രത്തിൻ്റെ മുന്നിലൂടെ കടന്നുപോയി. ഹി പോയിന്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദ ഗേറ്റ്. ഗേറ്റിൻ്റെ അടിയിലൂടെ അത് കടന്നുപോയ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. ആൻഡ് റെസ്യൂംഡ് ഹിസ് ജേർണി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 sons. ആ കുടുംബത്തിൽ അമ്മയും അവരുടെ 4 മക്കളുമാണ് ജീവിച്ചിരുന്നത്. They were greatly agitated to hear the news. ഈ വാർത്ത കേട്ടിട്ട് അവരാകെ അജിറ്റേറ്റഡ്, പരിഭ്രാന്തരായി. Soon they assembled at the gate. പെട്ടെന്ന് തന്നെ അവർ ഗേറ്റിനടുത്ത് സമ്മേളിച്ചു. Their old servant Dasa was sleeping in the shed. അവരുടെ വീട്ടിൽ വളരെ കാലങ്ങളായി ജോലി ചെയ്യുന്ന ദാസ എന്ന സെർവൻ്റ് വീടിനടുത്തുള്ള ഷെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു. ദേ ഷുക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ്. അവർ അദ്ദേഹത്തെ കൊട്ടി വിളിച്ചു, ഉറക്കമുണർത്തി. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ അറൈവൽ ഓഫ് ദ കോബ്ര. എന്നിട്ട് അദ്ദേഹത്തോട് കോബ്രയുടെ വരവിനെ കുറിച്ച് അറിയിച്ചു. അടുത്ത പാരഗ്രാഫ്. There isn't any cobra here. ഇവിടെ മൂർഖപാമ്പൊന്നുമില്ല. He replied. അദ്ദേഹം മറുപടി പറഞ്ഞു. And tried to dismiss the matter. ഈ കാര്യം ഒഴിവാക്കാൻ ശ്രമിച്ചു. അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ഈ മാറ്റർ ഒഴിവാക്കാൻ ശ്രമിച്ചു. They swore at him. അവർ ആണയിട്ട് പറഞ്ഞു. And wanted him to be serious. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണം. The thing is somewhere here. ഈ പാമ്പ് ഇവിടെ എവിടെയോ ഉണ്ട്. If it is not found before the evening, we will dismiss you. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ആ പാമ്പിനെ കണ്ടെത്തിയില്ലെങ്കിൽ we will dismiss you. നിങ്ങളെ ഞങ്ങൾ
ഈ ജോലിയിൽ നിന്നും പറഞ്ഞുവിടും. യു ഡോണ്ട് സീം ടു കെയർ ഫോർ ദ ഗാർഡൻ. നീ ഈ പൂന്തോട്ടത്തെ പരിപാലിക്കുന്നതായി കാണുന്നില്ല. സം നെയ്ബേഴ്സ് ഡ്രോപ്ഡ് ഇൻ. കുറച്ച് അയൽക്കാരൊക്കെ അപ്പോഴേക്കും എത്തി. ദേ ലുക്ക്ഡ് അക്യൂസിംഗ്ലി അറ്റ് ദാസ. ദാസേനെ കുറ്റം ആരോപിക്കുന്നത് പോലെ അദ്ദേഹത്തെ നോക്കി. യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്, ദേ സെഡ്. നെയ്ബേഴ്സ് പറഞ്ഞു, ഈ ഭൂമിയിലെ ഏറ്റവും അലസനായ ഒരു സെർവൻറ്റിനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞു. യു ഓട്ട് ടു കീപ് ദ സറൗണ്ടിങ്സ് ടൈഡി. ഈ വീടിൻ്റെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഐ ഹാവ് ബീൻ ആസ്കിംഗ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്, ദാസ സെഡ്. ദാസ പറഞ്ഞു, മാസങ്ങളായി ഒരു ഗ്രാസ് കട്ടർ വാങ്ങിത്തരുന്ന കാര്യം ഞാൻ പറയുന്നു, ഇതുവരെയായും വാങ്ങി തന്നിട്ടില്ല. In one voice, they ordered him to manage with the available things. അവരെല്ലാവരും കൂടെ ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ അത് ചെയ്യണം. ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്. കൂടുതൽ ഡിമാൻഡ്സുമായിട്ട് വരരുത്, ഇവിടെ ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വൃത്തിയാക്കണം. അതെല്ലാവരും കൂടി പറഞ്ഞു. മീൻ വൈൽ, ആ സമയത്ത് മോർ നെയ്ബേഴ്സ് അസംബിൾഡ്. കുറേ അയൽക്കാരും കൂടി അവിടെ ഒത്തുകൂടി. ദേ ബിഗാൻ ഡിസ്കസിങ് സ്നേക്ക് മെനസ്. അവർ ചർച്ച ചെയ്തത് പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ചാണ്. മെനസ് മീൻസ് വിഷം, പോയിസൺ. ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബൈറ്റ്. പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ദേ ബിഗാൻ ഹെൽപ്പിംഗ് ദ നെയ്ബർ ഇൻ എവറി പോസിബിൾ വേ. അവരെന്ത് ചെയ്തു? നെയ്ബേഴ്സിനെ എല്ലാ വിധത്തിലും സഹായിക്കാൻ തുടങ്ങി. ദേ ടക്ഡ് അപ്പ് ദെയർ ധോത്തീസ്. അവരവരുടെ മുണ്ടൊക്കെ മടക്കി കുത്തി. സീസ്ഡ് എവറി അവൈലബിൾ നൈഫ് ആൻഡ് ക്രോബാർ. അവിടെ അവൈലബിൾ ആയിരുന്ന, ലഭ്യമായിരുന്ന കത്തിയും കമ്പിയും എല്ലാം അവരെ സ്വരുക്കൂട്ടി. ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. ആ ഗാർഡൻ മുഴുവനും വെട്ടിത്തെളിക്കാൻ തുടങ്ങി. ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് വെയർ ലെയ്ഡ് ലോ. വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും പുൽത്തകിടിയും എല്ലാം അവർ വെട്ടി നിരപ്പാക്കി. വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റൂട്ട്. എന്തൊക്കെ സാധനങ്ങളാണോ ട്രിം ചെയ്യാൻ പറ്റാത്തത് അത് ചുവടെ വെട്ടി. ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻഡ്. ബംഗ്ലാവിൻ്റെ ചുവരുകൾ തിളങ്ങി. എങ്ങനെയാണ്? വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ. എല്ലാം വെട്ടി നിരത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം വീടിനുള്ളിലേക്ക് അടിച്ചു. വെൻ ദെയർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ വിജയിച്ചു എന്നതുപോലെ ദാസ ചോദിച്ചു, വേർ ഈസ് ദ സ്നേക്ക്? പാമ്പ് എന്തിയേ? നിങ്ങൾ പറഞ്ഞ പാമ്പ് എന്തിയേ? ആൻ ഓൾഡ് ബെഗർ ക്രൈഡ് ഫോർ ആംസ് അറ്റ് ദ ഗേറ്റ്. ആ സമയത്ത് ഒരു വയസ്സി എന്ന ഒരു ഭിക്ഷക്കാരി ഭിക്ഷ യാചിച്ചുകൊണ്ട് ഗേറ്റിനരികെ എത്തി. ദേ ടോൾഡ് ഹെർ ദാറ്റ് ദേ വെർ ബിസി വിത്ത് സ്നേക്ക് ഹണ്ട്. ആ വീട്ടിലെ ഇൻമേറ്റ്സ് അവരോട് പറഞ്ഞു, ഒരു പാമ്പിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തിരക്കിലാണ്. ഓൺ ഹിയറിങ് ഇറ്റ്, അത് കേട്ടതും ദ ഓൾഡ് വുമൺ ബിക്കെയിം ഹാപ്പി. ആ ഓൾഡ് വുമന് സന്തോഷമായി. യു ആർ ഫോർച്യുനേറ്റ്. ഓ, നിങ്ങൾക്ക് എന്തോ ഭാഗ്യം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. ഇത് ദൈവം തന്നെയായിരിക്കും നിങ്ങളെ കാണാനായി വന്നത്. ഡോൺ കിൽ ദ സ്നേക്ക്. പാമ്പിനെ കൊല്ലരുത്. മദർ വാസ് ഇൻ ഹേർട്ടി എഗ്രിമെൻറ്റ്. ആ ഭിക്ഷക്കാരി പറഞ്ഞത് അമ്മ മനസ്സുകൊണ്ട് സമ്മതിച്ചു. യു ആർ റൈറ്റ്.
ഐ ഫൊർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ഓ, ഞാൻ ഒരു അഭിഷേകം ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയിരുന്നു. ദിസ് ഈസ് ദ റിമൈൻഡർ. എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാണ്. ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ. ബെഗറിനൊരു നാണയത്തൊട്ട് കൊടുത്തു. ഹൂ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാർമർ ആസ് ഷീ വെൻറ്റ്. ആ ഭിക്ഷക്കാരി പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടൊരു സ്നേക്ക് ചാർമറെ അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷക്കാരി അവിടെ നിന്ന് പോയി. ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം ലഭിക്കാൻ വിക്ടേഴ്സ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ വിക്ടേഴ്സ് വേൾഡ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക.